ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് നമുക്ക് യെസ് ബാങ്കിൻ്റെ സെലക്ട് ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ സെലക്ട് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു എൻട്രി ലെവൽ കാർഡ് തന്നെയാണ്. പക്ഷേ നമുക്ക് അതിൽ ട്രാവൽ ബെനിഫിറ്റ് ആയിട്ട് കുറേ സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് ഇന്റർനാഷണൽ ലോഞ്ചസ് വരെ നമുക്കതിൽ കിട്ടുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ ബെനിഫിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ചാർജ് വരുന്നത് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത് 399 പ്ലസ് GST ആണ്. അതായത് 399 പ്ലസ് GST ആണ് വരുന്നത്. നമുക്കത് വേവ് ഓഫ് ചെയ്യാനും പറ്റും. അതായത് നമുക്ക് ജോയിൻ ഫീസ് വേണമെങ്കിൽ വേവ് ഓഫ് ചെയ്യാൻ നമുക്ക് ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ 10,000 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേവ് ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഓഫറായിട്ട് ആമസോൺ വൗച്ചർ 500 രൂപ കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ജോയിൻ ഫീസ് ആണെങ്കിൽ നമ്മൾ കൊല്ലത്തിൽ 1 ലക്ഷം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വേവ് ഓഫ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അത് ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ട് ഉപയോഗിക്കാം. വലിയ ഹൈ എമൗണ്ട് എന്ന് പറയാനില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡ് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ. ഇത് ആക്ച്വലി റീബ്രാൻഡഡ് കാർഡാണ്. ഇത് പണ്ടുള്ള കാർഡ് തന്നെയാണ്. അത് ഒന്ന് റീബ്രാൻഡ് ചെയ്തു, ഒന്ന് ബെനിഫിറ്റ്സും സംഭവങ്ങളൊക്കെ ഒന്ന് റീബ്രാൻഡ് ചെയ്ത് ഇറക്കിക്കുന്നതാണ്. പ്രോസ്പെറസ് എഡ്ജ് കാർഡ് എന്നൊരു കാർഡ് ഉണ്ട് യെസ് ബാങ്കിന്. ആ കാർഡ് തന്നെയാണ് ഉള്ളത്. അതിനൊന്ന് റീബ്രാൻഡ് ചെയ്ത് ഇറക്കിക്കുന്നതാണ്. പുതിയ മോഡലിൽ ഒരു ബ്ലൂ കളർ കാർഡൊക്കെയാണ്. നമുക്കത് അപ്പോൾ അപ്രൂവ് ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. എനിക്ക് ഓൾറെഡി BYOC കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ റൂപേ കാർഡും ഉണ്ട് ഇവരുടെ യെസ് ബാങ്കിൻ്റെ. അപ്പോൾ ഇതിലെനിക്ക് നമ്മുടെ ആപ്പിലൊന്നും വന്നിട്ടില്ല. ഇവരുടെ ആപ്പ് എന്ന് പറയുന്നത് ഐറിസ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഞാൻ സെപ്പറേറ്റ് നമ്മുടെ ഇൻകം പ്രൂഫ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ലിമിറ്റ് കിട്ടാനാണ് ചാൻസ് വന്നേക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എത്രയൊന്നും വന്നിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിലേക്കോ സംഭവത്തിലോ വന്നില്ല. ജസ്റ്റ് മെസ്സേജ് മാത്രമേ വന്നുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ മെസ്സേജ് കണ്ടായിരിക്കും. വെൽക്കം കിറ്റൊക്കെ 1 വീക്കിനുള്ളിൽ കിട്ടുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാർഡ് വന്നിട്ട് നോക്കി നോക്കാം. ജോയിൻ ഫീസ് ഇത് സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. നമുക്ക് വെൽക്കം ഓഫറായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആമസോൺ വൗച്ചർ ഇടുന്നുണ്ട്. 1030 ദിവസത്തിൽ നമ്മൾ 1000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആമസോൺ വൗച്ചർ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ബെസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയാനുള്ളത് നമുക്ക് റിവാർഡ് പോയിന്റ് സിസ്റ്റം ആണ്. ഓൺലൈൻ സ്പെൻഡ്സിൽ നമുക്ക് 8x റിവാർഡ് പോയിന്റ് കിട്ടും. ഓഫ്ലൈൻ സ്പെൻഡ് ആണെങ്കിൽ നമുക്ക് 4x റിവാർഡ് പോയിന്റ് കിട്ടും. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാറ്റഗറിക്കും നമുക്ക് 2x റിവാർഡ് പോയിന്റ് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് ഇന്റർനാഷണൽ ലോഞ്ചസും കിട്ടുന്നുണ്ട്, ഡൊമസ്റ്റിക് ലോഞ്ചസും കിട്ടുന്നുണ്ട്. പെർ ക്വാർട്ടറിൽ 1 കേട്ടോ. അതുപോലെ തന്നെ ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. 3 ലക്ഷത്തിന്റെ ലോസ് ലയബിലിറ്റി ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കാർഡ് ലോസ് ലയബിലിറ്റിയും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കാര്യമാണ്. അത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഒരു എൻട്രി ലെവൽ കാർഡിൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ലോഞ്ചസ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തപ്പി നോക്കിയാൽ കിട്ടില്ല. അത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ എൻ്റെ പെൻഡയിലുള്ള SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് അടക്കം 999 കോഡ് ചാർജ് വരുന്ന കാർഡിനടക്കം അതിനടക്കം ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് അടക്കം എടുത്ത് കളഞ്ഞിരിക്കുന്ന സ്ഥിതിയിൽ ഇപ്പോൾ ഈ കാർഡ് നോക്കി കഴിഞ്ഞാൽ നല്ല കാർഡ് തന്നെ പറയാം. 399 വലിയ ദോഷം പറയാനില്ല. അപ്പോൾ നിങ്ങൾ കുറേ പേര് നമ്മൾ ചോദിക്കാറുണ്ട് ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ കാറ്റഗറിയിൽ ഇന്റർനാഷണൽ ലോഞ്ചസ് കിട്ടുന്ന കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവറോൾ ബെനിഫിറ്റ് സംഭവമൊക്കെ ഫിനാൻസ് ചാർജ് വരുന്നത് 3.8% പെർ മന്ത്. അതുപോലെ തന്നെ ഫോറിൻ ട്രാൻസാക്ഷൻ ഫീ വരുന്നത് 2.75% കേട്ടോ. ക്യാഷ് അഡ്വാൻസ് വരുന്നത് 2.5%. അതുപോലെ തന്നെ റിവാർഡ് റിഡംഷൻ ഫീസ് നമുക്ക് വരുന്നുണ്ട് 100 രൂപ പ്ലസ് GST വരുന്നുണ്ട് പെർ റിക്വസ്റ്റിന്. പിന്നെ ഓവർ ലിമിറ്റ് പെനാൽറ്റി എന്ന് പറയുന്നത് 2.5% അല്ലെങ്കിൽ മിനിമം 500 രൂപ കേട്ടോ. റെന്റ് ട്രാൻസാക്ഷൻ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റീസെൻ്റ്ലി റെന്റ് എടുക്കുന്നതിനൊക്കെ നമുക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. 1% ആണ് ഇവരുടെ ചാർജ് വരുന്നത്. ആഡ് ഓൺ കാർഡിന് സംഭവം ഫീസും സംഭവമൊന്നും ഇല്ല. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവൽ കാർഡെന്ന് പറയാനുള്ള എൻട്രി ലെവൽ കാർഡെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ലെവൽ കാർഡെന്ന് തോന്നില്ല. അമ്മാതിരി അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും സംഭവമൊക്കെ തരുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് ഓർഡർ ചെയ്യാൻ മെയിൻ കാരണം തന്നെ ഉള്ളത്. എൻ്റെ ഓൾറെഡി യെസ് ബാങ്കിൻ്റെ BYOC കാർഡുണ്ട്, യെസ് ബാങ്കിൻ്റെ റൂപേ കാർഡും ഉണ്ട്. അപ്പോൾ UPI റൂപേ കാർഡും ഉണ്ട്. അതൊരു ഫിസിക്കൽ കാർഡാണ്, ഫിസിക്കൽ കാർഡല്ല ഡിജിറ്റൽ കാർഡാണ്. നിങ്ങൾ BYOC കാർഡിന് അൺബോക്സിങ് സംഭവമൊക്കെ കണ്ടിരിക്കും. ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ടാകും വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ എൻ്റെ കയ്യിൽ കുറേ കാർഡുണ്ട്. അപ്പോൾ ഞാൻ കാർഡ് വെക്കാൻ വേണ്ടി സെപ്പറേറ്റ് വേറെ പേഴ്സും സംഭവത്തിലൊക്കെ ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തപ്പിയെടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ വെറുതെ സമയം പോകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേഴ്സിലാണ് ഞാൻ കാർഡുകൾ വെച്ചേക്കണോ. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതിലെൻ്റെ BYOC കാർഡുകളുണ്ട്. BYOC കാർഡ് ഒരു ബ്ലാക്ക് കാർഡാണ്. നമുക്ക് BYOC കാർഡ് നിങ്ങൾക്ക് അറിയായിരിക്കും. അതൊരു നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എന്താ പറയുക, അതിന് ചാർജ് ഉണ്ട് കേട്ടോ. നമുക്ക് മാസത്തിൽ 49 രൂപ പ്ലസ് GST ആണ് ആനുവൽ ചാർജ് വരുന്നത്. അതിന് ആനുവൽ ചാർജും ജോയിൻ ചെയ്യും. അതെല്ലാം മാസമായിട്ട് പിടിക്കുക, സബ്സ്ക്രിപ്ഷൻ പോലെയാണ്. അപ്പോൾ എൻ്റെ BYOC കാർഡ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. എവിടെ പോയി ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കാത്തത്. ഇതിൽ കുറേ കാർഡുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് വെറുതെ സമയം പോകണേ. ചേട്ടാ BYOC കാർഡ് കാണാമല്ലോ. അപ്പോൾ നമ്മുടെ BYOC കാർഡ് എൻ്റെ പേഴ്സിലിടായിരുന്നു. അപ്പോൾ ഞാനത് റീസെൻ്റ്ലി ഇപ്പോൾ എൻ്റെ പേഴ്സിൽ ഞാൻ അങ്ങനെ ക്യാരി ചെയ്യാറില്ല. എന്ന് വെച്ചാൽ പേഴ്സിനെ കളഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാം കൂടി പോകുമല്ലോ.
അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് പേഴ്സണൽ ചിലപ്പോൾ 3-4 മാറ്റി എല്ലാ മാസവും ഞാൻ ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഇത്രയും കാർഡുകൾ നിങ്ങൾ ഓൾറെഡി എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കുറച്ച് പുതിയ ആഡ് ഓൺ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 50 ആയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും കിട്ടിയത് ഇപ്പോൾ റീസെൻ്റ്ലി കിട്ടിയതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നതല്ല, ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ ഇതാണ് എൻ്റെ യെസ് ബാങ്കിൻ്റെ BYOC കാർഡ്. ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ലാത്ത കാർഡാണ് കേട്ടോ. നമുക്ക് യെസ് ബാങ്കിൻ്റെ ഓഫർ സംബോധനയൊക്കെ ഉപയോഗിക്കാം. പിന്നെ എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഉണ്ട്. അതുപോലെ തന്നെ ഇതെന്തായാലും നമുക്കത് ഞാൻ പേഴ്സിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഞാൻ പേഴ്സിലില്ലാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പേഴ്സിൽ നിന്ന് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ കുഴപ്പമില്ലാത്ത കാർഡ് തന്നെയാണ്, അത്യാവശ്യം നല്ലോണം അപ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നമ്മുടെ ZAPൻ്റെ നമ്മുടെ റെഫറൽ ലിങ്ക്, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ടും കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാത്തിൻ്റെയും റെഫറൽ ലിങ്കുകളാണ്. അപ്പോൾ നോർമൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഒരു റെഫറൻസ് കൂടി അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അല്ലാണ്ട് പ്രൊമോഷൻ സംഭവമൊന്നും അല്ല കേട്ടോ. ചെയർ ഒന്ന് സർവീസ് ചെയ്യാറുണ്ട് എന്ന് തോന്നുന്നുണ്ട്, ചെറിയൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ യെസ് ബാങ്കിൻ്റെ പുതിയ സെലക്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോ. നമുക്ക് എന്തായാലും അൺബോക്സിങ് സംഭവങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും കാർഡ് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ വരും. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു ബ്ലൂ കാർഡ് അയക്കുന്ന സാധ്യത എന്ന് വെച്ചാൽ നോർമലി നമുക്ക് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ട് വരുമ്പോൾ നമ്മൾ നോർമലി കാർഡ് ഷിപ്പ് ചെയ്യാനായിട്ട് മുമ്പ് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് പറയാറുണ്ട്. അതായത് നമുക്ക് ഈ ബ്ലൂ ഡാർട്ട് വഴി അയച്ചാൽ മതി എന്ന് വെച്ചാൽ നമുക്ക് റീസെൻ്റ്ലി നോർമലി ഇവരൊക്കെ ഡെലിവറി എക്സ്പ്രസ് അതൊക്കെ അയക്കുക, എക്സ്പ്രസ് ബി അതൊക്കെ ലോക്കൽ കൊറിയേഴ്സാണ്. അവർ ഒന്നാമത് തല്ലിപ്പൊളി സർവീസാണ്, അവർക്ക് ഭയങ്കര റേറ്റ് കുറവാണ്. അത് കാരണമാണ് ഇവരത് കൂടെ അയക്കുന്നത്. അപ്പോൾ അത് ഞാൻ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ ബ്ലൂ ഡാർട്ട് വഴി തന്നെ അയക്കേണ്ടത്. ഇതിലായിട്ട് നമുക്ക് മെസ്സേജ് സംഭവം വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ബ്ലൂ ഡാർട്ട് തന്നെ ആയിരിക്കാം. നോർമലി മിക്കതും അടുത്ത ആഴ്ച ഫസ്റ്റ് ആയിട്ട് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ലിമിറ്റഡ് സംഭവങ്ങളൊക്കെ നമുക്ക് അതിൽ നോക്കാം കേട്ടോ. അതുപോലെ തന്നെ പുതിയ കാർഡിൻ്റെ ലുക്കാണ് നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിരിക്കും. ഈ ഒരു ബ്ലൂ കളർ കാർഡൊക്കെയാണ്, അവരുടെ കാർഡിൻ്റെ ലുക്കും പേരും എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു യെസ് ബാങ്ക്. അപ്പോൾ നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയേക്കാം. എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് പ്രോഗ്രാമാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.